morning. This is my third class on this chapter. So before watching this video, please watch part 1 and part 2 of this chapter. Then only you can understand better. So let us recall the previous day's class. Gregor Johann Mendel selected true breeding plants for cross pollination, and he selected 7 characters. Out of the 7 characters, 14 traits were selected by him. Today we are going to see what is monohybrid cross. The cross between parents differing in single trait is called monohybrid cross. അതായത് രണ്ട് പാരൻസിനെ നമ്മൾ നേരത്തെ എടുത്തു, ടോൾ, ഡ്വാഫ്. ഈ രണ്ട് പാരൻസിനെ ക്രോസ് ചെയ്യും. ഈ ക്രോസിൽ നമ്മൾ സിംഗിൾ ട്രേറ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ പാരൻസ് ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും സെയിം ആണ്, എക്സെപ്റ്റ് ദ ഹൈറ്റ്. ദാറ്റ് ഇസ് വൺ ഇസ് ടോൾ, ദ അതർ വൺ ഇസ് ഡ്വാഫ്. ഈ ഒരു ട്രേറ്റിൽ മാത്രം വ്യത്യാസം വരുവാണ്. ഇങ്ങനെയുള്ള ഒരു പാരന്റൽ ക്രോസിനെയാണ് നമ്മൾ വിളിക്കുന്നത് മോണോഹൈബ്രിഡ് ക്രോസ്. ക്ലിയർ ആയോ? സീ ദ സ്ക്രീൻ. മോണോഹൈബ്രിഡ് ക്രോസ് ലാസ്റ്റ് ഡേ കണ്ടതാണ്. Tall plant, homozygous tall, capital T, capital T, is crossed with the homozygous dwarf, small t, small t. അത് parents ആണ്. Parentsൽ നെക്സ്റ്റ് ലൈനിൽ gametes കണ്ടല്ലോ. See the alleles in gametes and compare it with the parents, the alleles in parents. In parent, for a particular character, a gene with a pair of allele is seen. അല്ലേ? പാരൻസിൽ ഒരു പർട്ടിക്കുലർ ട്രേറ്റ്, ഹൈറ്റ് എന്ന ട്രേറ്റ് അല്ല ക്യാരക്ടറിന് നമ്മളെ ഒരു പെയർ അലീൽ കാണുന്നുണ്ടല്ലോ, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി. സി ദ ഗാമീറ്റ്സ്. ഗാമീറ്റ്സിൽ എത്രയുണ്ട്? ഒരു അലീലേ ഉള്ളൂ. വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദ അതർ അലീൽ? ഓർ ദ അലീൽ ഇസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ് വെൻ ഇറ്റ് കംസ് ഫ്രം പാരന്റ് ടു ഗാമീറ്റ്. പാരന്റിൽ നിന്ന് ഗാമീറ്റിൽ വരുമ്പോഴേക്കും അലീൽ പകുതിയായി. എന്താ സംഭവിക്കുന്നത്? അപ്പം അതിനു മുന്നേ ഗാമീറ്റ് എന്താണെന്ന് അറിയില്ലേ? ഗാമീറ്റ് എന്ന് പറഞ്ഞാൽ സെക്സെല്ലാണ്. മെയിൽ ഗാമീറ്റ് ഉണ്ട്, ഫീമെയിൽ ഗാമീറ്റ്. മെയിൽ സ്പേം, ഫീമെയിൽ ഓവം. ഇതൊക്കെ അറിയാലോ. ഈ അണ്ഡവും ബീജവും ഇതാണ് ഫെർട്ടിലൈസേഷൻ, പ്രത്യുൽപാദനത്തിൽ അതാണ് ഫ്യൂസ് ചെയ്യുന്നത്, അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഈ ഗാമീറ്റിൽ ഒരു അലീൽ എത്തുന്നുള്ളൂ. എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? അതായത് പാരൻസിലുള്ള ഒരു സെറ്റ് അലീൽ, ഒരു പെയർ അലീലാണിത്. ഒന്നിത്, മറ്റൊന്ന്. ഈ ഒരു പെയർ അലീലിൽ ഫ്രം ദി പാരൻസ് ഡ്യൂറിങ് ഗാമീറ്റ് ഫോർമേഷൻ the alleles segregate and separate and enter each gamete. alleles സെപ്പറേറ്റ് ചെയ്ത്, സെഗ്രിഗേറ്റ് ചെയ്ത്, വേർതിരിഞ്ഞിട്ട് ഓരോരോ ഗാമീറ്റിലും പോയി ചേരുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ സെഗ്രിഗേഷൻ നടക്കുന്നത്? സെഗ്രിഗേഷൻ ഇസ് ബൈ മിയോസിസ്. മിയോസിസ് എന്ന സെൽ ഡിവിഷൻ കേട്ടിട്ടുണ്ടല്ലോ. മൈറ്റോസിസും മിയോസിസും ആണ് 2 types of cell divisions happening in our body. അതിൽ മിയോസിസ് എന്ന സെൽ ഡിവിഷനാണ് സെക്സ് സെൽസിൽ നടക്കുന്നത്, സെക്സ് ഓർഗൻസിൽ. സോ മിയോസിസ് is otherwise known as reduction division. എന്തുകൊണ്ടാണ്? ഇവിടെ അലീലിക് പെയർഡ് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് 2 ഉള്ളത് 1 ആയി റെഡ്യൂസ് ചെയ്യുന്നു. സോ മിയോസിസ് is called reduction division. Now the gametes undergo fusion during fertilization and to produce the zygote. ഈ zygote ആണ് ഡെവലപ്പ് ചെയ്ത് F1 ജനറേഷൻ ആയത്. F1 progeny capital T small t ആണ്. ഹെറ്ററോസൈഗസ് ടോൾ ആണ്, അല്ലേ? നീളം കൂടിയതായിരുന്നില്ലേ ഒന്നാം തലമുറ? പക്ഷേ ഇവരുടെ ജീൻ നോക്കൂ, ഇറ്റ് ഇസ് ഹെറ്ററോസൈഗസ്, ഹോമോസൈഗസ് അല്ല. ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഈ ക്യാപിറ്റൽ ടി എവിടുന്നാണ് വന്നിരിക്കുന്നത്? വൺ ഓഫ് ദി പാരൻസ്, ഒരു പാരന്റിൽ നിന്ന്. എന്നാൽ സ്മോൾ ടിയോ അടുത്ത പാരന്റിൽ നിന്ന്, അല്ലെ? 2 പാരന്റിൽ നിന്നും അലീല് ഈ ഒന്നാം തലമുറയിൽ എത്തിയിട്ടുണ്ട്, കുഞ്ഞിന്റെ ശരീരത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു ക്യാരക്ടർ മാത്രമാണ് പ്രകടമായത്. പ്രകടമായ ക്യാരക്ടറിനെ വി കോൾ ഡോമിനന്റ് ക്യാരക്ടർ. പക്ഷെ അലീല് 2 പേരിൽ നിന്നും ഉണ്ട്. അപ്പൊ ഈ prominent character means observable character എന്ന് നമുക്ക് എളുപ്പത്തിൽ നോക്കിക്കൊണ്ട് പറയാം. ബട്ട് വാട്ട് അബൌട്ട് ദിസ് ജീനോടൈപ്പ്? ജീനോടൈപ്പ് എങ്ങനെ പറയും? ഇറ്റ് ഈസ് നോട്ട് സോ ഈസി. സോ ടു അണ്ടർസ്റ്റാൻഡ് ദ ജീനോടൈപ്പ് ഈസിലി, a British geneticist, Reginald C. Punnett, he designed a graphical representation called Punnett square. And this Punnett square is for easy calculation of the probability of the possible genotypes. The easy calculation of the probability of the possible genotype. അതായത്
വരാൻ സാധ്യതയുള്ള ജീനോടൈപ്പ്, അടുത്ത തലമുറയിൽ വരാൻ സാധ്യതയുള്ള ജീൻസ് പാരന്റിൽ നിന്നൊക്കെ എങ്ങനെ എത്തി, ഏതൊക്കെ പാരന്റിൽ നിന്ന് ഏതൊക്കെ ജീനാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു കാൽക്കുലേഷൻ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ അവതരിപ്പിക്കാനാണ് നമുക്ക് പണ്ണറ്റ് സ്ക്വയർ സഹായകമാകുന്നത്. സി ദ ബോർഡ്, F1 പ്ലാന്റ്സിനെ പണ്ണറ്റ് സ്ക്വയറിലൂടെ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. സി ഹിയർ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് അല്ലേ, ഹെറ്ററോസൈഗസ് ടാൾ ആണ് F1 പ്ലാന്റ്സ്. ഓൾ ദ F1 പ്ലാന്റ്സ് വെ ടാൾ, ബട്ട് ഇറ്റ് ഇസ് ഹെറ്ററോസൈഗസ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി. നോക്കൂ, ഈ ബോക്സിനകത്ത് ടോട്ടലി ഹൗ മെനി ക്യാപിറ്റൽ ടീസ് ആർ there? 4 ആൻഡ് സ്മോൾ ടി 4. അപ്പോൾ 2 പാരൻസിൽ നിന്നും അലീൽ എത്തിയിട്ടുണ്ട്. Even though the offspring is tall, dominant on tallness, അല്ലേ, ഓസ്പ്രിങ് ഡോമിനൻ്റ് ആണ് ഒരു ക്യാരക്ടറിൽ, പക്ഷേ അലീൽ 2 പാരൻസ് നിന്നും ഈക്വലി ആണ്, 50-50 ആണ് വന്നിരിക്കുന്നത്, ഹാഫ് വന്നിരിക്കുന്നു. ക്ലിയർ? നൗ വി ക്യാൻ സീ ദ പണ്ണറ്റ് സ്ക്വയർ ഓൺ F2 പ്ലാന്റ്സ്. F2 പ്ലാന്റ്സിൻ്റെ പണ്ണറ്റ് സ്ക്വയർ നോക്കൂ. Please calculate the total number of capital T's or the allele from one parent and the total number of small t's, that is the alleles from other parent. Please calculate. It is also 50-50, isn't it? അല്ലേ, അതും പകുതി അല്ലേ, ഒരു പാരന്റിൽ നിന്ന് വന്നതും അടുത്ത പാരന്റിൽ നിന്ന് വന്ന അല്ലീലും ഏകദേശം അല്ല, അത് കറക്റ്റാണ്, ഈക്വൽ ആണ് അല്ലേ. നൗ വാട്ട് അബൌട്ട് ദ ഫീനോടൈപ്പ്? F2 generationil the phenotypic ratio is 3:1, that is 3 tall plants and 1 dwarf plant. 3:1 now. But what about the genotypic ratio? Genotypic ratio is 1 homozygous tall, capital T, 2 heterozygous tall, capital T, small t, and again 1 homozygous dwarf, small t. But genotypic ratio is 1:2:1. Clear? ഇതിനെ ഒന്നുകൂടെ ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതാം. Out of 4 plants, 1 was homozygous tall. So 1/4 capital T. Then out of 4 plants, 2 were heterozygous tall. That is half, അല്ലെ, പകുതി. 4ൽ 2 എന്ന് പറയുമ്പോൾ പകുതിയാണ്. 1/2 capital T small t heterozygous tall. Again, out of 4, 1 was homozygous dwarf. 1/4 small t. 3 മനസ്സിലായോ? Now, Gregor Mendel said his experimental data can be connected with mathematical logics. So, this data, it is mathematically condensable with a binomial expansion, a plus b whole square. What is, please expand a plus b whole square? A square plus 2ab plus b square. You already learnt it in 10th standard mathematics. I know it. A square plus 2ab plus b square. A is equal to t ആണ് ഇവിടെ, capital T, and b small t. Now we have to give the values. What is the value of A? 1/2 and B, I mean capital T is 1/2, small t is 1/2. So, ax plus by whole square. ഇവിടെ x എന്നും y എന്ന് പറയുന്നത് വാല്യൂസ് ആണ്. അത് എക്സിക്യൂട്ട് ചെയ്യുക. ഹാഫ് എന്ന് കൊടുക്കുക. 1/2. ഹാഫ് ക്യാപിറ്റൽ T പ്ലസ് ഹാഫ് സ്മോൾ t ഹോൾ സ്ക്വയർ. അതാണ് ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത് അല്ലേ. നോക്കിയോളൂ. നെക്സ്റ്റ് ലൈൻ. So the ratio finally we are getting is 1:2:1 genotypic ratio. ഇപ്പം ജീനോട്ടിപ്പിക് റേഷ്യോ നമുക്ക് അവസാനം കിട്ടിയിരിക്കുന്നത് 1:2:1. That is why Gregor Mendel told his experimental data can be connected with the mathematics. In the beginning itself I told you the speciality of Gregor Mendel's experiment is he did his experiments in a wide sampling. Then he connected his experimental data with the mathematics and statistics. So his data and the results were credible and accurate. ഈ കാര്യം നമ്മൾക്കറിയാലോ. അങ്ങനെ കിട്ടിയിരിക്കുന്ന വാല്യൂ ബൈനോമിയൽ എക്സ്പാൻഷനുമായിട്ട് കണ്ടൻസ് ചെയ്തിട്ടാണ് നമുക്ക് സെയിം റേഷ്യോ കിട്ടിയിരിക്കുന്നത്. സോ ദിസ് ഡേറ്റ ഈസ് ആക്യുറേറ്റ്. ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് there is no any other question regarding this experiments. Clear?
Mendel, for making the to understand the purity of dwarfness, recessive character, he self-pollinated F2 plants. രണ്ടാം തലമുറയിൽ മൂന്ന് വെറൈറ്റി പ്ലാന്റ്സിലെ കിട്ടിയിരിക്കുന്ന ഹോമോസൈഗസ് ടാൾ, ഹെറ്ററോസൈഗസ് ടാൾ, ഹോമോസൈഗസ് ഡ്വാഫ്. ഈ മൂന്നിനെയും ഗ്രിഗർ മെൻഡൽ എന്ത് ചെയ്തു? സെൽഫ് പോളിനേറ്റ് ചെയ്തു. ഓരോ വെറൈറ്റീനെയും സെൽഫ് പോളിനേറ്റ് ചെയ്തു. ടു അണ്ടർസ്റ്റാൻഡ് ദ ജീനോടൈപ്പ് ഓഫ് റെസസീവ് പ്ലാന്റ്, ഡ്വാഫ് പ്ലാന്റിന്റെ ജീനോടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇതുവരെയും നമ്മൾ കണ്ടിരിക്കുന്ന ഡ്വാഫ് പ്ലാന്റ് എന്താണ്? ഹോമോസൈഗസ് ആണ്. അതായത് സ്മോൾ ടി അല്ലേ, അത് ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ വരുമോ എന്ന് നോക്കാനാണ് ഗ്രിഗർ മെൻഡൽ ഇങ്ങനെ ചെയ്തത്. Thus, by self-pollinating F2 plants, Grigor Mendel created F3 generation and F4 generation. മൂന്നാം തലമുറയും നാലാം തലമുറയും സൃഷ്ടിച്ചു. But he could see that always the recessive character or the dwarfness is always homozygous. Small t, small t. And once again I am telling, the phenotypic character or the phenotype can be understand just by observation. അല്ലേ, നിങ്ങൾക്കൊന്ന് നോക്കിയാൽ മതി, ഈ ചെടി ടോളാണോ ഡ്വാഫാണോ, ഈ സീഡ് മഞ്ഞ നിറാണോ അല്ലെങ്കിൽ പച്ച നിറാണോ, അല്ലേ, പൂവിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ദ ഫീനോടിപ്പിക് ക്യാരക്ടേഴ്സ് ഈസിലി ക്ലിയർഡ് ഔട്ട്. ബട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ജീനോടൈപ്പ് വി ഹാവ് ടു ഇൻകോർപ്പറേറ്റ് mathematical logics along with it. So today we learnt what is monohybrid cross. You understood Reginald C. Punnett square and its use. Then we passed on through the binomial expansion, linking of binomial expansion or mathematical logics with the experimental results of Grigor Mendel. So with this, let me conclude today's class. See you in the next video.